ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നട്ട്സോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ പ്ലം കേക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് 1 കപ്പും 2 സ്പൂൺ പഞ്ചസാരയും കൂടെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഉള്ളത് കൊണ്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സാധാരണ പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ അതിനുശേഷം ഇതിനെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണം. ഇനി തീ കുറച്ച് വെച്ച് ഇതിനെ ഒന്ന് നല്ലതുപോലെ മെൽറ്റാക്കി എടുക്കണം കേട്ടോ. പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് ഇതുപോലെ കിട്ടണം കേട്ടോ. ഇനി ഒരു 10 മിനിറ്റും കൂടി കൈയെടുക്കാതെ തന്നെ ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ തീ നല്ലതുപോലെ കുറച്ച് വെച്ച് വേണം ഇതിനെ ഒന്ന് നമുക്ക് മെൽറ്റാക്കി എടുക്കാൻ. അപ്പം ഞാൻ ഇവിടെ കാരമൽ നല്ലതുപോലെ പഞ്ചസാര കാരമലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഞാൻ ഇവിടെ 1 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറു ചൂട് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് നീങ്ങി നിന്നേ ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ബ്രൗൺ ഷുഗർ ചേർത്തത് കൊണ്ട് തന്നെ അത് നല്ല കളറാണ് കേട്ടോ. ഈ കാരമലിന് നല്ല കളറാണ്. നമുക്ക് സാധാരണ പഞ്ചസാരയായാലും നമ്മൾ ചേർത്ത് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് ചേർത്തത്. നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരമൽ സോസ്. ഇനി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അതേ പാനിൽ തന്നെ ഞാൻ ഇവിടെ 1 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1/4 കപ്പ് അളവിൽ കാരമൽ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്ത ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് നമ്മൾ ചുവന്ന മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് നമ്മളുടെ ഇഞ്ചി വിളയിച്ചതും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ആ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് കുതിർന്ന് കിട്ടണം കേട്ടോ. ഞാൻ ഇതിൽ ഒരു നട്ട്സും ചേർക്കുന്നില്ല, അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നില്ല. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ലതുപോലെ ആ ഒരു ജ്യൂസെല്ലാം വറ്റി നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഇറക്കി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഞാൻ ഇവിടെ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും കൂടി ചേർത്ത ശേഷം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പും പട്ടയും പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുന്തിരിയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് കുറച്ച് മൈദ മാവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്ത് അതിനെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ ഇവിടെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര, ഞാൻ ഇവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്തിരിക്കുന്നത്, അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതും കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ല ഫ്ലഫി ആവണ്ട, അല്ലാതെ തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ പ്ലം എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സോസ് പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ആ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല കളറാണ് കേട്ടോ. അതിനുശേഷം നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാൻ. അധികം വെള്ളമായി പോവാൻ പാടില്ല. കണ്ടോ, ഇതിവിടെ നല്ലതായിട്ട് അധികം കട്ടിയല്ല, അധികം വെള്ളമായിട്ടില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇതിനെ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ ഓവണോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു അലുമിനിയം പാത്രത്തിലാണ് ഇതിനെ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പാത്രം നേരത്തെ അടുപ്പിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം.
അതിനുശേഷം മാത്രമേ നമ്മൾ ഇത് കേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 45 മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മളത് ഇടയ്ക്കൊന്ന് നോക്കുകയാണ്, വേവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി വെച്ച് അതിനെ വേവിച്ചെടുക്കാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അധികം ചിലവില്ലാത്ത പ്ലം കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളിതിൽ നട്ട്സോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ പ്ലം കേക്കാണ്. കണ്ടോ, നല്ലതായിട്ട് കരിയോ ഒന്നും ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഒരു ദിവസം വച്ചിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി പെട്ടെന്നൊന്ന് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഒരിക്കലെങ്കിലും ഈ കേക്ക് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോകല്ലേ. പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ഇത്തിരി തിരക്കുള്ളത് കൊണ്ടാണ് എല്ലാവരും വീഡിയോയും ഞാൻ കാണും. വീഡിയോ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.